ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ്. നമുക്ക് ധാവണിയിൽ എങ്ങനെ സുന്ദരിയാവുമെന്ന് കണ്ടാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ടോണർ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇന്ന് കഴിഞ്ഞ അൺബോക്സിങ് വീഡിയോയിലുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് ഇന്ന് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, മോയ്സ്ചറൈസർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൗണ്ടേഷൻ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഫേസസ് കനഡയുടെ ഫൗണ്ടേഷൻ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് മാറ്റ് ഫൗണ്ടേഷനാണ്, നല്ല ഹൈഡ്രേഷൻ ഉള്ളൊരു ഫൗണ്ടേഷൻ കൂടിയാണിത്. 3-in-1 ആണ്. ഫൗണ്ടേഷൻ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ കൂടെ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണ്ടിക്കൽ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ വേണമെന്നില്ല. ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഞാനൊരു ഇത്ര ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്, ഈ ഒരു ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സ്കിൻ ടോണിന് മാച്ച് ചെയ്യുന്ന കളർ വേണം ഇടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഡാർക്കായ പോലെ ഉണ്ടാവും സ്കിന്ന്. നമ്മളിപ്പോൾ ലൈറ്റ് കളർ ലൈറ്റ് കളറാണ് ഫൗണ്ടേഷൻ എടുക്കുന്നത്. കുറച്ച് ഡാർക്കായിട്ടുള്ള സ്കിന്ന് ലൈറ്റ് കളർ എടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതെന്ത് ചെയ്യും, ഓക്സിഡൈസ്ഡ് ആയിട്ട് നമ്മളൊരു ബ്ലാക്ക് അടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഫൗണ്ടേഷൻ വാങ്ങിക്കുമ്പോൾ ആദ്യം സ്കിൻ ടോൺ കളറ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ളത് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ബ്യൂട്ടി ബ്ലെൻഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ നന്നായിട്ട് വെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നാച്ചുറൽ ഫിനിഷിങ് കിട്ടും. ഓക്കെ, കഴുത്തിൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫേസ് വേറൊരു കളറ്, കഴുത്ത് വേറൊരു കളറായിട്ട് കാണും. അപ്പോൾ നമ്മൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഒരു ഐഷാഡോ ഇട്ട് കൊടുക്കാം. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് മിസ് ഗോൾഡിൻ്റെ ഒരു ഐഷാഡോ പാലറ്റാണ്. ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ധാവണിക്ക് മാച്ച് ആ ഒരു കളർ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഐഷാഡോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ചിലവർക്ക് മാറ്റ് ടൈപ്പ് ഐ ഷെയ്ഡ് ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക.
ഇത് കുറച്ച് ഗ്ലിറ്ററി ടൈപ്പാണ്. ഓക്കെ, ഷേഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. നൈക്കയുടെ തന്നെ ഐബ്രോ ഫില്ലറാണ്. ഇതിലിങ്ങനെ ഒരു ഐബ്രോ ഫില്ലറും ഉണ്ട്, ഒരു സ്പൂണിയും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്സ്. ഈ കളറും ഉണ്ട്, ഈ കളറും പിന്നെ ഒരു ബ്ലാക്ക് കളറും. അപ്പം ഞാൻ ഇവിടെ ബ്ലാക്ക് കളറാണ് എടുക്കുന്നത്. ഞാൻ എപ്പോഴും ബ്ലാക്ക് കളറാണ് ഇടാറുള്ളത്. അപ്പോൾ നല്ലപോലെ വരഞ്ഞു കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ ഇവിടെ എഡ്ജിലൊരിക്കലും കട്ടി കൊടുക്കാൻ പാടില്ല. ഇങ്ങോട്ടേക്ക് കട്ടി കൊടുക്കേണ്ടത്. എഡ്ജ് കട്ടിയാക്കുമ്പോൾ നമ്മൾ വേറെ തന്നെ ഒരു ലുക്കായിപ്പോവും, ഭയങ്കര കട്ടിയായിപ്പോവും പുരുകത്തിന്. നമ്മൾ കുറച്ച് ഇങ്ങോട്ടേക്ക് നല്ലപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഐബ്രോ സെറ്റായിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ഈ സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ചീവി കൊടുക്കാം. ഓക്കെ, ഐബ്രോ സെറ്റായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഐലൈനർ വരഞ്ഞു കൊടുക്കാം. ഇത് ഇൻസൈറ്റിൻ്റെ ഐലൈനറാണ്. ഞാൻ അൺബോക്സിങ് വീഡിയോയിൽ കാണിച്ച സെയിം പ്രൊഡക്റ്റ്. ഇത് നല്ലൊരു ജെൽ ടൈപ്പ് ഐലൈനറാണ്, നല്ല സ്മൂത്തിയാണ്. നമുക്ക് അപ്ലൈ ചെയ്യാൻ നല്ല ഒരു ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. അതുമാത്രമല്ല ഇത് എന്ന് വെച്ചാൽ ഇത് ഐലൈനർ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് ഇതൊരു ജസ്റ്റ് ഒരു മറ്റേ തിളങ്ങുന്ന പോലെ ആയി കിട്ടും. മാറ്റായിട്ടുണ്ടാവില്ല, കുറച്ചൊരു ഗ്ലേസിങ് ഉള്ള പോലെ തോന്നും നമുക്ക് ഐലൈനർ ഇട്ടിട്ട്. പിന്നെ നമുക്കിത് കഴുകുമ്പോൾ നമുക്ക് അധികം എന്താ പെരങ്ങിയിട്ട് ബ്ലാക്ക് കളറാവില്ല. നമുക്ക് നല്ല ഇങ്ങനെ തുടച്ചെടുത്താൽ തന്നെ ഇതിങ്ങോട്ടേക്ക് പോരുന്നതാണ്. അതാണ് നല്ലൊരു ഐലൈനറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, വിങ്സ് വേണ്ടവർക്ക് വിങ്സ് വരച്ചു കൊടുക്കുക. ഓക്കെ, ഓക്കെ, അപ്പോൾ ഐലൈനർ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യണം. ഫേസസ് കനഡയുടെ തന്നെ കോമ്പാക്റ്റ് പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഒരു സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് ബ്രഷ് ഇതിനെ കൊണ്ട് നല്ലപോലെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്യുമ്പോൾ കഴുത്തിൽ കൂടെ ചെയ്യാൻ മറക്കരുത്. എന്തിടുമ്പോൾ കഴുത്തിൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പൗഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇത്
മാസിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഓറഞ്ച് റെഡ് ഷെയ്ഡ്. ഇതുപോലെ എടുക്കാം. ഇതൊരു ക്രയോൺ ടൈപ്പ് ലിപ്സ്റ്റിക്കാണ്, പക്ഷേ ഇങ്ങനെ നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് കണ്ണിൻ്റെ അടിയിലൊന്നും വരയുന്നില്ല. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് ഐ മേക്കപ്പ്. ഓക്കെ, ഇനി നമുക്ക് ഫേസസ് കണ്ണയുടെ മേക്കപ്പ് ഫിക്സർ എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് വെച്ചാൽ നമ്മളുടെ മേക്കപ്പ് കുറേ സമയത്തേക്ക് ലാസ്റ്റ് ചെയ്യുന്നതാണ്, ലോങ് ലാസ്റ്റ് ആണ്. അപ്പോൾ ഇതൊരു നല്ലൊരു അടിപൊളി സ്പ്രേ ആണ്. പിന്നെ നമ്മൾ ഇപ്പോൾ ചൂടിന് പുറത്തേക്ക് പോകുമ്പോൾ മേക്കപ്പ് എല്ലാം കുറച്ച് കഴിയുമ്പോഴേക്ക് ഒലിച്ചു പോകും. നമ്മൾ എന്തിട്ടാലും കുറച്ച് കഴിയുമ്പോഴേക്ക് അതൊക്കെ ഒലിച്ചു പോയിട്ട് കാണാം. പക്ഷേ എങ്കിലും നമ്മളിങ്ങനെ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറേ സമയത്തേക്ക് നമ്മളുടെ മേക്കപ്പ് ഇളകി പോവാതെ ഇരിക്കും. ഇനി നമ്മൾക്കൊരു പൊട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊന്ന് ഹെയർ കോംബ് ചെയ്ത് കൊടുക്കാം. ഹെയർ ഞാനിന്ന് സെറ്റ് ചെയ്യുന്നത് നോർമൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇല്ലിട്ട് കെട്ടുന്നത് പോലെയാണ്. നോർമലായിട്ടുള്ള ഹെയർ സ്റ്റൈൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പോലെ കെട്ടിക്കൊടുക്കാം. ഇങ്ങനത്തെ ധാവണിയുടെ കൂടെ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലാണ് കൂടുതൽ സെറ്റ് ആവുക. പിന്നെ നമ്മൾക്ക് പിരിച്ചിട്ടിട്ടും ഭംഗിയുണ്ടാവും. പിന്നെ പൂ വെക്കുന്നവർക്ക് ഇതിൻ്റെ കൂടെ പൂവ് കൂടെ വെക്കാം. ഇന്ന് എൻ്റെ കയ്യിൽ പൂവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾക്കൊരു കമ്മലിട്ട് കൊടുക്കാം. ഞാനിതുപോലത്തെ ഒരു കൂട് കമ്മലാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, കമ്മൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു മാല ഇട്ട് കൊടുക്കാം. ഇത്തിരി ഒരു കുറച്ച് ഹെവി ടൈപ്പ് മാലയാണ്, സിമ്പിളൊന്നുമല്ല. വേണ്ട രീതിയിൽ മാല സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു നെക്ലേസ് ടൈപ്പ് മാലയാണ്. ഇനി നമുക്ക് വള കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ധാവണി ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ, ബൈ.